സംഭവം നല്ല അടിപൊളിയുണ്ട്. പ്രശാന്ത് നീൽ ആസ് യൂഷ്വൽ വളരെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഭയങ്കര മിക്സിംഗ് ആണ് കഥ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കണ്ടാലേ കറക്റ്റ് ആയിട്ട് കാണണം, എന്തായാലും കാണണം. എന്നാലേ നമുക്ക് ഒന്നുകൂടെ അതെ സംഭവം വളരെ ആസ് യൂഷ്വൽ. പ്രഭാസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, നമ്മള് പൃഥ്വിരാജ് ഒന്ന് മേലെ നിന്ന് പ്രഭാസ് ഒന്ന് താഴെ നിൽക്കുന്നതല്ലേ. പക്ഷെ ആക്ച്വലി പ്രഭാസാണ് മേലെ, പൃഥ്വിരാജ് താഴെ. അപ്പൊ അവിടുത്തെ ഓഡിയൻസിന് സ്വാഭാവികമായിട്ട് അതാണല്ലോ ഇഷ്ടം. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒന്നുകൂടെ കണ്ടാലേ കറക്റ്റ് കഥ മനസ്സിലാവും. അടിപൊളി. KGF പോലാണോ? KGF പാറ്റിനൊക്കെ മൂവി എങ്ങനെയുണ്ട്? മൂവി ഓവറോൾ കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. KGF പ്രശാന്ത് നീലിന്റെ ആ ഒരു സംഭവം വന്നിട്ടില്ല ഇപ്പോഴും. കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കണ്ടിറങ്ങുമ്പോ നമുക്കൊരു റൊമാൻറ്റിക്കേഷൻ ഉണ്ട്. പക്ഷെ ആ ഒരു ഓവറോൾ കുഴപ്പമില്ല പടം. സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാല് ഇതിന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. പുള്ളി കിട്ടിയ റോൾ എന്തായാലും അടിപൊളി റോളാണ്, ഗംഭീര റോളാണ്. കാരണം അതിൽ കട്ടക്ക് നിൽക്കുന്നുണ്ട്, പ്രഭാസിനെ കട്ടക്ക് നിൽക്കുന്ന റോൾ തന്നെയാണ് കിട്ടിയത്. സെക്കൻഡ് പാർട്ട് കട്ട വെയിറ്റിംഗ് ആണ്. കട്ട നമ്മള് KGF ഫണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അതുപോലൊരു വെയിറ്റ് ചെയ്യാനുള്ള സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. KGF കിട്ടി. KGF കമ്പയർ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കട്ട മറ്റേ KGF പോലെ തന്നെയാണോ? KGF പോലെ ഒന്നല്ല, അങ്ങനെ പറയുന്നത്. KGF വേറെ ഇത് വേറെ. ആവറേജ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. സെക്കൻഡ് പാർട്ട് കട്ട വെയിറ്റിംഗ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എൻഡിങ് അടിപൊളിയായി. ബ്രോ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടിങ് ആയിട്ട് പ്രഭാസിന്റെ? രണ്ടുപേരും കട്ടയ്ക്ക് മത്സരം. സെക്കൻഡ് പാർട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അതെ, അത് എൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നൊരു പിടിയും തരാത്ത ഒരു സംഭവമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി. കട്ട വെയിറ്റിംഗ് സെക്കൻഡ് പാർട്ട്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ്. പൃഥ്വിരാജ് പൊളിച്ച്. പ്രഭാസിനെ കൊണ്ട് പറ്റില്ല, അവൻ റിട്ടയർ ചെയ്യാൻ. അടിപൊളി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു?